Next section, joint probability density function. This is already covered joint PDF of a continuous random variable. We have already discussed the joint PDF of a discrete random variable. Continuous പഠിക്കാനിനി ഡിസ്ക്രീറ്റിന്റെ സെയിം കൺസെപ്റ്റ് തന്നെ, പക്ഷെ അത് ആ ഒരു ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടും കണ്ടിന്യൂസ് ആയതുകൊണ്ടുള്ള മാത്തമാറ്റിക്കൽ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. കൺസെപ്റ്റ് വൈസ് സെയിം തന്നെ. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ജോയിന്റ് പി ഡി എഫ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് വൈ, where x and y are any two continuous random variable. Then joint PDF f of xy is PDF of x and y. അതിനെ bivariate random variable എന്ന് പറയും. Ordered pair xy ന് bivariate random variable. This PDF or joint PDF satisfies the condition integral minus infinity to infinity, x from minus infinity to infinity, y from minus infinity to infinity, f of xy. ഇതിന്റെ ഓർഡർ അറിയാവുന്ന ഡബിൾ ഇന്റഗ്രേഷൻ ഫസ്റ്റ് ഇന്റഗ്രൽ x ആണ്, സെക്കൻഡ് ഇന്റഗ്രൽ y ആണ്. therefore dy dx is equal to 1. ഇനി ജസ്റ്റ് നിങ്ങൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ലിമിറ്റ് സെയിം ആയതുകൊണ്ട്. പക്ഷെ ഇത് നോട്ട് ചെയ്യണം, ഇന്നർ ടു ഇന്നർ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കാര്യമാണ്. ഇന്റഗ്രേഷൻ ഡബിൾ ഇന്റഗ്രേഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഞാൻ വൈന്ന് സ്പെസിഫിക് ആയി എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ലിമിറ്റ് മാത്രം തന്നത് ഇങ്ങനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്നാണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് എക്സിന്റെ ലിമിറ്റ്, ഇത് വൈയുടെ ലിമിറ്റ്. ഓൾറെഡി പഠിച്ച കാര്യമാണ്, അറിയുന്ന കാര്യമാണ്, അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ആൻഡ് യൂസിങ് ദിസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ഇവിടെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ സച്ച് ദാറ്റ് സം കെ ഇൻറ്റു സംതിങ് is a joint PDF, then find the value of k. You can use this result to find value of k. അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്ക്രീറ്റിന്റെ കേസ് ചെയ്തു, അവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്, ഇവിടെ എന്താ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, അത് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് നീറ്റായി എഴുതിയിട്ടുണ്ട്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. എ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഫോർ ദീസ് ടു വേരിയബിൾസ് ഇസ് എ ഫംഗ്ഷൻ satisfying f of xy greater than or equal to 0. Clearly it is greater than 0 because it is probability. And second condition, integral minus infinity to infinity, integral minus infinity to infinity f of xy dx dy equal to 1. That's ഞാൻ ഈ പറഞ്ഞ property. Then for any two-dimensional set A, അതായത് നമുക്കിപ്പോൾ probability of a less than or equal to x less than or equal to b കാണാൻ നമ്മൾ integral a to b f of xy xy f of x dx ആണ്. ഇനി ഇവിടെ രണ്ടെണ്ണം വരും, that is a less than or equal to x less than or equal to b and c less than or equal to y less than or equal to d. Then that is equal to integral a to b, x from a to b, y from c to d, f of xy dy dx. ഇതാണ് വരിക. അതിനെ ഒരു സെറ്റ് കൺസെപ്റ്റ്, ഇങ്ങനെ കറക്റ്റ് ലിമിറ്റ് തന്നെ വരണമെന്നൊന്നുമില്ല ആ കേസിൽ. സപ്പോസ് എക്സ് വൈ ബിലോങ് to some a, അതാണ് ഇവിടെ എഴുതിയത്, p of xy belong to a. then this is a എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ തന്നെ xy അതിന്റെ ഒരു റീജിയൻ, ആ ഒരു സെറ്റായി ഡിഫൈൻ ചെയ്യുന്നു. ഡബിൾ ഇന്റഗ്രൽ നമ്മൾ റീജിയൻ പഠിക്കുന്നില്ലേ, പ്രോബബിലിറ്റി ഓഫ് xy belong to a. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എങ്ങനെയാ, ഓവർ ദ റീജിയൻ a, ഓവർ ദ സെറ്റ് a, f of xy dx dy or dy dx dx dy എന്നതിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത്, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ കേസാണ്. ജനറൽ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്നു. ഇത് കൂടുതൽ നിങ്ങൾക്ക് ഇതിൽ വരും. പിന്നെ ഇതിൽ വന്നാൽ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് ആ ടൈമിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജോയിന്റ് പി ഡി എഫ്. ഇനി നേരത്തെ പറഞ്ഞ അതേ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ ഇതേ ഫോമിലാണ് പോയത്. ഇത് ഫസ്റ്റ് ജോയിന്റ് പി ഡി എഫ് വന്നു. നെക്സ്റ്റ് മാർജിനൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. Marginal probability density function of x ഉണ്ട്, marginal probability density function of y ഉണ്ട്. It is denoted by fx of x and it is denoted by fy of y. Fx of x is defined like this and fy of y like this. Fx of x എങ്ങനെയാ, fx of x fx കാണാൻ ഇന്റഗ്രൽ ഓവർ y f of xy ആണ്. ഇന്റഗ്രൽ ഓവർ y f of xy
dy വരും. ഇനി fy ഓഫ് y എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ dx. ഇവിടെ ഇപ്പോൾ എഴുതിയത് എന്താ? fx of x is equal to integral minus infinity to infinity f of xy dy. ഞാൻ എഴുതിയ സംഭവം തന്നെ. ഞാൻ ഇന്റഗ്രൽ ഓവർ y എന്ന് പറഞ്ഞാൽ y takes all the limit ഇങ്ങനല്ലേ. അതിനെ ഒന്ന് ജസ്റ്റ് അവർ y എന്ന് എഴുതാതെ എഴുതി. ഞാൻ y എന്ന് എഴുതാൻ സ്പെസിഫിക് ആയി എഴുതാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. fx of x എന്ന് പറഞ്ഞാൽ അതിന്റെ fx of x means that is a function of x. അതിൽ y ഉണ്ടാവില്ല. y നെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? y നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി fy of y that f of x നേതാ that is a function of x ആണ്. fy of y നേതാ that is a function of y. അപ്പൊ അതിൽ y മാത്രമേ ഉണ്ടാവില്ല. y മാത്രം ഉണ്ടാവുന്ന പറഞ്ഞാൽ നമുക്ക് അതിൽ x ഇല്ല. അപ്പൊ എന്താ? വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്ത x ഒഴിവാകുമല്ലോ. ഇതാണ് ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ്. ക്ലിയർ ആണ്. ഇവിടെ എഴുതിയത് fx of നിങ്ങൾ ഇത് എഴുതിയാലും മതി. fx of x equal to integral y from minus infinity to infinity f of x y dy. fy of y equal to integral x from minus infinity to infinity f of x y dx. നല്ല പോലെ പഠിക്കാം. ഇതന്നെ നമ്മൾ ഡിസ്ക്രീറ്റിന്റെ കേസ് പഠിച്ചാൽ ഇവിടെ എന്താ ഒരു സമ്മേഷൻ ഇട്ടു, ഒരു ചേഞ്ചും ഇല്ല. ഫസ്റ്റ് ജോയിന്റ് പി ഡി എഫ്, അതിന്റെ മാർജിനൽ പി ഡി എഫ്. തേർഡ് വൺ എന്താ? ഇൻഡിപെൻഡൻസി. എക്സ് ആൻഡ് വൈ കണ്ടിന്യൂസ് ആണ്. fx of x with pdf f of xy. fx of x and fy of y are corresponding with their marginal densities. Then they are x and y are independent if f of xy equal to fx of x into fy of y. നേരത്തെ പോലെ ഓരോന്നും ചെക്ക് ചെയ്യേണ്ടി വരില്ല. ഇവിടെ യൂഷ്വലി ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഡയറക്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇഫ് ദിസ് ഇസ് it is not satisfied, then it is called dependent. Independent നേരെ ഓപ്പോസിറ്റ് ആണ് dependent. Then p of xy means actually f of xy is equal to fx of x into fy of y. അതാ ഓർമ്മ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഏതായാലും സെയിം തന്നെ. പ്രോബബിലിറ്റി ഇതും സെയിം തന്നെ. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അത് യൂസ് ചെയ്തിട്ടുള്ളത് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ്. Two components of a mini computer have the following joint PDF. Okay, x into e raised to minus. ഇത് കുറച്ച് ടഫ് ആണ്. അത് നമുക്ക് വേറെ ഒന്ന് നോക്കാം. ഞാൻ നെക്സ്റ്റ് പറഞ്ഞാലും ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഈസി ആയത് ഞാൻ അടുത്ത കുറേ പ്രോബ്ലംസ് ഇത് ഒരുപാട് പ്രോബ്ലംസ് ഉള്ള സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ്റെ പോസിബിലിറ്റി കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം പല ഫംഗ്ഷനും ചോദിക്കാം. ഇത് പ്രോബ്ലത്തിൽ ഉൾപ്പെടുന്നില്ല. Two components of a mini computer have the following joint PDF for their useful lifetimes x and y. x and y തന്നിട്ടുണ്ട്. With f of xy is equal to x into ഓക്കെ, അത് വീണ്ടും എഴുതുന്നുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് x into e raised to minus x into e raised to ക്ലിയർ അല്ലേ? x into e raised to minus x into 1 plus y എന്നാണ്. എക്സിന്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈയുടെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the probability? We have to find the probability of something that the lifetime of x, that is x of the first component exceeds 3. Exceeds 3 means more than 3, that is greater than or equal to 3. ഇത് കാണാൻ രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, എക്സ് എക്സീഡ്സ് 3 എന്ന് പറഞ്ഞ വഴിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, എക്സ് ഫ്രം 3 to ഇൻഫിനിറ്റി വരും. വൈയുടെ ലിമിറ്റോ വൈ കംപ്ലീറ്റ് വരും. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അങ്ങനെ ചെയ്താൽ എന്ത് വരും, എക്സ് ഫ്രം 3 to ഇൻഫിനിറ്റി. സോറി, ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. വൈ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആകെ വരുന്ന വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ എന്ത് വരും, 0 to ഇൻഫിനിറ്റി വരും. എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഓക്കെ, ഇതിന് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ടേമിനെ ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇ റേസ് ടു മൈനസ് എക്സ് വൈനെ ഒന്ന് മാറ്റി എഴുതി എന്ത് വരും, ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇ റേസ് ടു അങ്ങനെ എഴുതിക്കോളൂ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ള ഫോമിലായി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഫ്രം 3 to ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അപ്പോൾ എന്താ, വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് കോൺസ്റ്റന്റ് ആണ്. ബാക്കി വരുന്ന ഇ റേസ് ടു മൈനസ് എക്സ് വൈയെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ
e raised to minus xy by with respect to y ആണ് അപ്പോൾ minus x constant divided by minus x limit from 0 to infinity dx. അപ്പോൾ എന്ത് ചെയ്യാം, ഈ എക്സും എക്സും ക്യാൻസൽ ആവും. ദിസ് ഇസ് എക്സ് ഫ്രം 3 to infinity മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇനി ലിമിറ്റ് കൊടുത്താൽ വരും, അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു 0. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താണ്, 0 ആണ്. ഇ റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇത് വരും എക്സ് ഫ്രം 3 to infinity മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഇത് വരും 0 മൈനസ് 1 ഡി എക്സ്. അത് മൈനസ് മൈനസും പ്ലസ് ആവും. ദെൻ ഇന്റഗ്രൽ ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ലിമിറ്റ് 3 to infinity ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to minus x into integral e raised to minus x by minus 1 limit from 0 to infinity. ഒരു മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ഒരു മൈനസ് എക്സ്ട്രാ ഉണ്ട്, ലോവർ ലിമിറ്റ് മൈനസ് അപ്പർ ലിമിറ്റ് എഴുതാം. ദാറ്റ് ഈസ് ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി വിച്ച് ഈസ് 1 മൈനസ് 0. 1 മിസ്റ്റേക്ക് ഉണ്ടല്ലോ. പ്രോബബിലിറ്റി 1 തന്നെ വന്നല്ലോ. ഓക്കെ, മിസ്റ്റേക്ക് ഇതാണ്. ഞാൻ ലിമിറ്റ് ചെയ്ത് 3 to infinity പകരം എന്താണ് ഞാൻ എഴുതിയത് 0 to infinity. ഇവിടെ 3 വരും. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ എന്താ ഇതെല്ലാം വരിക. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് 3 ആണ് വരിക. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 3. ഞാൻ മാറിയിട്ട് എഴുതിയത് 0 എന്ന് എഴുതിയത്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് എന്താ കണ്ടേ, വാട്ട് ഇസ് ദ മാർജിനൽ പി ഡി എഫ് ഓഫ് എക്സ്. എഫ് എക്സ് ഓഫ് എക്സും കാണണം, എഫ് വൈ ഓഫ് വൈയും കാണണം. ഓക്കെ, ഫസ്റ്റ് എഫ് എക്സ് ഓഫ് എക്സ് ആണ്. എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ ഓവർ വൈ, വൈയുടെ വാല്യൂ എന്താ വരിക 0 to infinity എഫ് ഓഫ് എക്സ് വൈ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ ഡി വൈ ആണ്. ഇന്റഗ്രൽ ഓവർ വൈ, അപ്പോൾ എന്താ എക്സ് കംപ്ലീറ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് വൈ ഡി വൈ. ഇത് വരും എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് കോൺസ്റ്റന്റ് ആണ്. വൈനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് എക്സ് വൈനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് എക്സ് വൈ ബൈ മൈനസ് എക്സ്. അത് വരാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. 0 to infinity വരും. അപ്പോൾ 0 to ക്യാൻസൽ ചെയ്യുക, എക്സും എക്സും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വരും. അപ്പർ ലിമിറ്റ് എന്താ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി അഗെയിൻ 0 മൈനസ് ലോവർ ലിമിറ്റ് ഇ റേസ് ടു 0 1. അപ്പോൾ കിട്ടിയ ആൻസർ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇതാണ് എന്ത് എഫ് എക്സ് ഓഫ് എക്സ്. എഫ് എക്സ് ഓഫ് എക്സ് ചെയ്തപ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കിട്ടി. അതേപോലെ എന്ത് ചെയ്യണം, എഫ് വൈ ഓഫ് വൈ ചെയ്യണം. എഫ് ഐ ഓഫ് വൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ എക്സ് കംപ്ലീറ്റ് കേസുമാണ്. ഇവിടെ 0 to infinity ആണ്. എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇത് കുറച്ച് ചെയ്യാനുണ്ട്, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ ഡി എക്സ് വരും. അപ്പോൾ എന്താ വരിക നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യാമല്ലോ. എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് വൈയുടെ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ മൈനസ് 1 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1 പ്ലസ് വൈനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇവിടെ ഒരു മൈനസ് കൂടി വരും. മൈനസ് മൈനസ് 1 ഒരു പ്ലസ് ആവും, അത് ഒരു സ്ക്വയർ ആവും. ലിമിറ്റ് 0 to infinity. അപ്പോൾ എന്താ വരിക, ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് അപ്ലൈ ചെയ്ത് 0 to infinity എല്ലാ ടേമിലും എന്താ ഇ റേസ് ടു മൈനസ് എക്സ് വരുന്നുണ്ട്. ലിമിറ്റ് ഇ റേസ് ടു മൈനസ് എന്നുള്ളൊരു ടേം വരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആവും അല്ലേ. ഇവിടെയും 0 വരും, ഇവിടെയും 0 വരും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ, നമ്മൾ ഏതിനാ ലിമിറ്റ് കൊടുക്കുന്നത്, എക്സിന് 0 കൊടുത്താൽ ഇത് 0 ആയി. അപ്പോൾ അടുത്തത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇ റേസ് ടു 0 1 by 1 plus y square എന്ന് വരും, which is 1 by 1 plus y whole square. ഇതാണ് നമ്മുടെ എഫ് വൈ ഓഫ് വൈ വരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ കാണോ, അത് ഇൻഡിപെൻഡൻ്റ് അല്ലാന്ന് നിങ്ങൾക്ക് കിട്ടും.